ഇന്ത്യൻ ബോക്സ് ഓഫീസിലേക്ക് ഒരു പുതിയ രാജാവ് എത്തുകയാണ്. പഠാനെയും അവഞ്ചേഴ്സിനെയും പിന്നിലാക്കി ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ തരംഗം സൃഷ്ടിക്കുമ്പോൾ പല വൻപൻ ചിത്രങ്ങളുമാണ് വീണുടയുന്നത്. മാർവലിന്റെ എക്കാലത്തെയും വലിയ റിലീസുകളിലൊന്നായ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ റെക്കോർഡുകൾ ഒന്നൊന്നായി തകർത്ത് മുന്നേറുകയാണ്. ഇന്ത്യയിലെ ആദ്യദിന കളക്ഷൻ കണക്കുകൾ പുറത്തു വരുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഈ മാർവൽ ചിത്രം. വിതരണക്കാരായ സോണി പിക്ചേഴ്സ് പുറത്തുവിട്ട ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം 73 കോടി രൂപയാണ് ചിത്രം ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയ ഗ്രോസ് കളക്ഷൻ. ഇതോടെ ഒരു ഹോളിവുഡ് സിനിമ ഇന്ത്യയിൽ നേടുന്ന ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് കളക്ഷൻ എന്ന ചരിത്ര നേട്ടം സ്പൈഡർമാൻ സ്വന്തമാക്കി. ആഗോളതലത്തിൽ തരംഗമായ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം നേടിയ 65 കോടിയും അവതാർ 2 നേടിയ 48.75 കോടിയും കടന്നാണ് സ്പൈഡർമാൻ കുതിക്കുന്നത്. ഹോളിവുഡ് പടങ്ങളെ മാത്രമല്ല, ഇന്ത്യൻ സിനിമാ ലോകത്തെ വമ്പൻ റിലീസുകളെയും സ്പൈഡർമാൻ പിന്നിലാക്കി. ആദ്യ ദിനം 67.19 കോടി നേടി ചരിത്രം കുറിച്ച ഷാറുഖ് ഖാൻ ചിത്രം പഠാൻ, ദുരന്തർ തുടങ്ങിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുടെ ഇന്ത്യൻ ഓപ്പണിംഗ് റെക്കോർഡുകളാണ് സ്പൈഡർമാന് മുന്നിൽ വഴിമാറിയത്. 2021 തിയേറ്ററുകളെ ഇളക്കിമറിച്ച സ്പൈഡർമാൻ നോ വേ ഹോം എന്ന സിനിമയുടെ തുടർച്ചയായാണ് ബ്രാൻഡ് ന്യൂ ഡേ എത്തിയത്. ഡസ്റ്റിൻ ഡാനിയൽ ക്രേറ്റൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ടോം ഹോളണ്ട്, സെൻഡയ, ജേക്കബ് ബദലൻ എന്നിവർക്കൊപ്പം സ്ട്രേഞ്ചേഴ്സ് തിങ്സ് താരം സാൻഡി സിംഗും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ജോൺ ബെന്തൽ, മൈക്കൽ മാൻഡോ, മാർക്ക് റഫുല്ലോ എന്നിവരാണ് മറ്റു താരങ്ങൾ. ഇംഗ്ലീഷിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിലും മികച്ച സ്ക്രീൻ കൗണ്ടോടെ ചിത്രം പ്രദർശനത്തിനെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി മാർവൽ സിനിമകൾക്ക് തിയേറ്ററിൽ പഴയ തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ട സൂപ്പർ ഹീറോയിലൂടെ മാർവൽ ശക്തമായി തിരിച്ചെത്തിയിരിക്കുകയാണ്. നിലവിൽ ബുക്ക് മൈ ഷോയിൽ മാത്രം മണിക്കൂറിൽ 46,000-ലധികം ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടത്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഈ സ്പൈഡർമാൻ ചിത്രം പുതിയ ചരിത്രങ്ങൾ കുറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മലയാളത്തിൽ റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളുടെ ട്രെൻഡ് മാറ്റി എഴുതുന്ന ഷാഹി കബീറിന്റെ തിരക്കഥയിൽ മറ്റൊരു വേറിട്ട ചിത്രം പുറത്തിറങ്ങി. പ്രശസ്ത എഡിറ്റർ കിരൺ ദാസ് ആദ്യമായി സംവിധാനം ചെയ്ത ഉന്മാദമാണ് തിയേറ്ററുകൾ കീഴടക്കുന്നത്. അന്ധവിശ്വാസവും സൂപ്പർ നാച്ചുറൽ ഘടകങ്ങളും കോർത്തിണക്കിയ ഈ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ പ്രേക്ഷകരെ ലാഗൊന്നുമില്ലാതെ സ്ക്രീനിൽ തളച്ചിട്ടിട്ടുണ്ട്. പണിഷ്മെന്റ് ട്രാൻസ്ഫർ ലഭിച്ച് പുതിയ പോലീസ് സ്റ്റേഷനിലെത്തുന്ന ഷെല്ലി എന്ന ഉദ്യോഗസ്ഥനിലൂടെയാണ് കഥ വികസിക്കുന്നത്. ഒരു സിനിമാ തിരക്കഥാകൃത്താകാൻ ആഗ്രഹിച്ച് ഔദ്യോഗിക ജീവിതത്തിലെ മടുപ്പ് കാരണം ഭാര്യ സൗമ്യയുമായുള്ള ബന്ധത്തിന് വിള്ളലുകൾ വീണ ഒരാളാണ് ഷെല്ലി. അങ്ങനെ ഇരിക്കെയാണ് ആ സ്റ്റേഷന്റെ പൂട്ടിയിട്ട ദുരൂഹമായ ഒരു കേസ് ഫയൽ ഷെല്ലിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടിയുടെ കേസ് ഫയൽ തൊടുന്നവർക്ക് ആപത്ത് സംഭവിക്കുമെന്നാണ് സഹപ്രവർത്തകരുടെ അന്ധവിശ്വാസം. എന്നാൽ ഭയപ്പെടാതെ കേസിന്റെ ചുരുളഴിക്കാൻ ഷെല്ലി ഇറങ്ങി പുറപ്പെടുന്നു. അന്വേഷണം മുന്നോട്ട് പോകും തോറും അവിചാരിതമായ സംഭവങ്ങളാണ് ഷെല്ലിയുടെ ജീവിതത്തിൽ നടക്കുന്നത്. സത്യത്തിനും മിഥ്യയ്ക്കുമിടയിൽ ഒരുതരം അന്ധമായ ഉന്മാദത്തിന് അടിമപ്പെടുന്നതോടെ ഷെല്ലിയുടെ ജീവിതം തീർത്തും നിയന്ത്രണം വിട്ട് കീഴ്മേൽ മറിയുകയാണ്. മികച്ച പശ്ചാത്തല സംഗീതവും മേക്കിങ്ങും തിയേറ്ററിൽ ആകാംക്ഷയുടെയും ഭയത്തിന്റെയും പുതിയൊരു അന്തരീക്ഷം തന്നെയാണ് സമ്മാനിക്കുന്നത്. അഭിനേതാവ് എന്ന നിലയിൽ കുഞ്ചാക്കോ ബോബന്റെ ഗംഭീര പ്രകടനമാണ് ഉന്മാദത്തിന്റെ പ്രധാന ആകർഷണം. പണ്ടത്തെ ചോക്ലേറ്റ് ബോയ് ഇമേജിൽ നിന്ന് മാറി റിയലിസ്റ്റിക് പോലീസ് വേഷങ്ങൾ മുൻപും ചെയ്തിട്ടുണ്ടെങ്കിലും ഷെല്ലിയുടേത് കൂടുതൽ വേറിട്ടൊരു പ്രകടനമാണ് കുഞ്ചാക്കോ ബോബൻ കാഴ്ചവെച്ചിരിക്കുന്നത്. കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങളും സൈക്കിക്കായ ഉന്മാദ അവസ്ഥകളും അതിരൂക്ഷമായി അദ്ദേഹം സ്ക്രീനിൽ പകർത്തിയിട്ടുണ്ട്. ലിജിമോൾ തന്റെ വേഷം മനോഹരമാക്കിയെങ്കിലും ചിലയിടങ്ങളിൽ മുൻ കഥാപാത്രങ്ങളുടെ ആവർത്തനമായി തോന്നിപ്പിക്കുന്നുണ്ട്. സാബുമോൻ, സുധീഷ്, കിരൺ പീതാംബരൻ, അരുൺ ചെറുകാവിൽ എന്നിവരും സിനിമയോട് നീതി പുലർത്തിയിട്ടുണ്ട്. സാധാരണ കണ്ടുവരുന്ന അന്വേഷണ ചിത്രങ്ങളിൽ നിന്ന് വേറിട്ടൊരു അനുഭവം ആഗ്രഹിക്കുന്നവർക്ക് തിയേറ്ററിൽ ധൈര്യമായി ടിക്കറ്റ് എടുക്കാവുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ തന്നെയാണ് ഈ സിനിമ.